ഒരുപാട് കാലമായി നമ്മളൊരു സ്കോഡയുടെ വാഹനമൊക്കെ റിവ്യൂ ചെയ്തിട്ട്. കാരണം അവർക്ക് അധികം മോഡൽസ് ഒന്നും ഇല്ല. നിലവിൽ പോപ്പുലർ ആയിട്ടുള്ള സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ 2 മോഡൽസ് ആണ് സ്കോഡയുടെ ലൈനപ്പിലുള്ളത്. ഒന്ന് കുഷാക്കും ഒന്ന് സ്ലാവിയും. അത് നമ്മൾ പണ്ട് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് അതിൻ്റെയൊക്കെ റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തൊരു മോഡലാണ് സ്കോഡ കൈലാക്ക്. സാധാരണക്കാർക്ക് ഒന്നുകൂടെ സാധാരണക്കാരിലോട്ട് ഇറങ്ങി വന്ന് സ്കോഡ ഒരു പ്രൈസ് പോയിന്റ് ഒക്കെ ഒന്ന് പിടിച്ചു നിർത്തിയിരിക്കുക. കാരണം 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഓൺ റോഡ് വിലയ്ക്ക് നമുക്കൊരു യൂറോപ്യൻ സബ് കോമ്പാക്ട് SUV എല്ലാവിധ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യുന്ന ആ ഒരു ബ്രാൻഡ് വാല്യൂ, ആ ഒരു പ്രീമിയം ടച്ച് ഫീൽ ചെയ്യുന്ന രീതിയിലൊരു മോഡലാണ് സ്കോഡ കൈലാക്ക്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് വാല്യൂ വേണം, നല്ല സേഫ്റ്റി വേണം, നല്ല ഡ്രൈവബിലിറ്റി വേണം. നിങ്ങളൊരു എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ, നിങ്ങളൊരു കോമ്പാക്ട് SUV എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു വേരിയന്റാണ് സ്കോഡ കൈലാക്ക്. 9,96,000 രൂപയ്ക്ക് ഓൺ റോഡ്, അതും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ്, ഈ ഒരു യൂറോപ്യൻ ലുക്ക്, മൊത്തത്തിൽ ഒരു രക്ഷയില്ല. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇവനൊരു കുഷാക്ക് തന്നെയാണെന്നാണ് പറയേണ്ടത്. കാരണം ആ ഒരു സ്കോഡയുടെ ഫാമിലി ഗ്രില്ല്, സ്കോഡയുടെ അതിമനോഹരമായ ലോഗോ നമുക്ക് കാണാം. വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു DR യൂണിറ്റ്, തൊട്ട് താഴെ ഹെഡ് ലാമ്പ് യൂണിറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു DR യൂണിറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് കൂടി പ്രവർത്തിക്കും എന്നാണ് പറയേണ്ടത്. പിന്നെ ആ ബോണറ്റ് ഏരിയ ഒക്കെ നിങ്ങൾക്ക് കാണാം. ആ ഒരു സ്കോഡയുടെ ആ ഒരു ക്യാരക്ടർ ലൈൻ, ആ ബോണറ്റ് ബൾജിങ് ഒക്കെ വരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ളതല്ലാതെ ഇതിനപ്പുറത്തോട്ട് എനിക്കൊരു വാക്ക് പറയാനായിട്ടില്ല. അപ്പോൾ വളരെ ഡീസന്റ് ലുക്കിംഗ് ആയിട്ടുള്ള ആ ഒരു യൂറോപ്യൻ ടച്ച് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഫ്രണ്ട് പ്രൊഫൈൽ കാണുമ്പോൾ സ്കോഡ കൈലാക്ക് ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് സൈഡിൽ പോയിട്ട് അവിടുത്തെ ലുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഇതൊരു സ്കോഡ കുഷാക്ക് അല്ല, സ്കോഡ കൈലാക്ക് ആണെന്നുള്ള കാര്യം. കാരണം ആ ഒരു സൈസ് നിങ്ങൾക്ക് 3995 mm ജസ്റ്റ് ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുകയാണ്. കാരണം ആ ഒരു സബ് കോമ്പാക്ട് SUV പിടിച്ചു നിർത്താനായിട്ടാണ് കമ്പനി അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം വീൽ ബേസിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അധികം വീൽ ബേസ് ഉള്ള ഒരു വാഹനമായിട്ട് സ്കോഡ കൈലാക്കിനെ കാണാം. 2566 mm ആണ് വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ സ്പേസ് എന്താവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ടയർ സൈസിലോട്ടൊക്കെ വരുവാണ് നീ കാണുന്ന പ്രസ്റ്റീജ് എന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഈ വേരിയന്റിൽ വരുന്നത് 205, 55, 17 ഇഞ്ച് സൈസിലുള്ള ഒരു ടയർ സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതും നിങ്ങൾക്ക് കാണാം അലോയ് വീൽ, ഒരു ഗൺമെറ്റൽ ഗ്രേയും ഒരു സിൽവർ പോലത്തെ ഒരു ഫിനിഷും കൊടുത്ത് അതിമനോഹരമായ സ്കോഡയുടെ ഒരു അലോയ് വീൽ നമുക്ക് ഇവിടെ കാണാം. സൈഡ് പ്രൊഫൈല് ഒരു കാലത്ത് ഔട്ട്ഡേറ്റഡ് ആകാത്ത ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കും. കാരണം ഒരുപാട് ഡിസൈൻ ഗിമിക്സോ കാര്യങ്ങളൊന്നുമില്ല. ടൈംലെസ് ഡിസൈൻ ആണ് സ്കോഡ അന്ന് തൊട്ടേ ഫോളോ ചെയ്ത് വരുന്നത്. സ്കോഡ വാഹനങ്ങൾ കാണുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളൊന്ന് നോക്കി നിന്ന് പോകുന്ന രൂപമാണ്. പക്ഷേ ഒരുപാട് ഗിമിക്സ് ഒന്നും കാണിക്കാറില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു യൂറോപ്യൻ ടച്ച് ലഭിക്കുന്ന രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് സ്കോഡ ഫോളോ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്, ഷാർപ്പിൻ ആന്റിന, തരക്കില്ലാത്ത വലിപ്പമുള്ള ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കാണാം. ഡീസെന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, ഏകദേശം 190 mm അടുപ്പിച്ചാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുമൊക്കെ ഡീസെന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിയർ ഡിസൈൻ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റിയർ ഡിസൈൻ കാണുമ്പോൾ നമുക്കറിയാം പണ്ട് എവിടെ എനിക്ക് മാത്രം തോന്നിയാണോ നിങ്ങൾക്ക് തോന്നിയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പണ്ട് സ്കോഡയ്ക്ക് ഫാബിയ എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു. അതിന്റെ ഹൈറ്റ് ഇതിന്റെ ഹൈറ്റ് എന്തോ ഒരു സിമിലാരിറ്റി ഇനി അവിടെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് സ്കോഡ ഫാബിയനൊന്ന് ഓർമ്മ വന്ന്. സ്കോഡയുടെ തന്നെ ഒരു റീബാറ്റ് വെർഷൻ ആയിരുന്നു. സ്കോഡ നിങ്ങൾക്ക് അറിയാല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോഡ ബോക്സ് ആണ്, ഇതെല്ലാം ഒരു ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. ഗ്രൂപ്പുകളെയാണ് നടക്കുന്നതെന്നാണ് പറയേണ്ടത്. പിന്നെ സ്കോഡ എന്നുള്ള വലിച്ചു നീട്ടിയ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാം. കൈലാക്ക് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഇതൊരു മലയാളിയാണ്, നമ്മുടെ നാട്ടുകാരൻ, കേരളത്തിലുള്ളൊരു പുള്ളിയാണ് ഇതിന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്. സ്കോഡയ്ക്ക് ആ പേര് ഇഷ്ടപ്പെട്ട് സ്കോഡ ഇതുപോലൊരു സ്കോഡ കൈലാക്ക് പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുത്തായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ടൈൽ ലാമ്പ് യൂണിറ്റൊക്കെ വളരെ ചെറിയ ടൈൽ ലാമ്പ് യൂണിറ്റാണെങ്കിലും LED സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പല സബ് കോമ്പാക്ട് SUV നമുക്കറിയാം കണക്റ്റഡ് ടൈൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷെ സ്കോഡ ട്രെൻഡിനൊപ്പം പിടിക്കാതെ ടൈംലെസ് ആയിട്ടുള്ള ഡിസൈനാണ് അവർ എല്ലാ കാലത്തും ഫോളോ ചെയ്ത് പോകുന്നത്. നമുക്ക് ബൂട്ട് സ്പേസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഉണ്ടാ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടും ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രെയും കാര്യങ്ങളൊക്കെ കാണാം. വലിച്ചടക്കാനായിട്ട് ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്, അതും ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റീരിയറിൽ കയറിയിട്ട് അവിടെ ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് സ്കോഡ കൈലാക്കിന്റെ ഇന്റീരിയർ. വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഇന്റീരിയറാണ്. ഭയങ്കര എക്സൈറ്റിംഗ്, ഭയങ്കര വൗ ഫാക്ടറൊന്നും അല്ല. കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എലഗൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒരു പ്രീമിയം ടച്ച് എല്ലാ തരത്തിലും. നമുക്ക് ആ ഡോറ് തുറക്കുമ്പോഴും അടക്കുമ്പോഴും വണ്ടിയുടെ എക്സ്റ്റീരിയർ വൈസ് ഉള്ള ലുക്ക് ആണെങ്കിലും ഇന്റീരിയറിലോട്ട് കയറുമ്പോൾ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി ആണെങ്കിലും ആ ഒരു സിംപിൾസിറ്റി ആണെങ്കിലും അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു എലഗൻസ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ ഒരു വോളിയം കൺട്രോളത്തിൻ്റെ ഒക്കെ ബട്ടൺ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ബട്ടണാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതും ഇപ്പം അധികം കാണാത്തൊരു സംഗതിയാണ്. സ്കോഡയുടെ ഒരു ഐഡന്റിറ്റിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്നാണ് പറയേണ്ടത്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളാണ്. അവിടെ നമുക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ ഒന്നുമില്ല. ഡിസ്റ്റൻസ് ടു ടൈം, ആവറേജ്, മൈലേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും. ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസൊക്കെ പൊതുവേ ജർമ്മൻ വാഹനങ്ങളിൽ അല്ല ഈ ഒരു സ്കോഡ ഫാമിലി പെടുന്ന വാഹനങ്ങൾക്ക് ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്കറിയാം
ഇൻഡിക്കേറ്ററൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സ്കോഡ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ പോലൊരു ടച്ച്, ഒരു ഒലീവ് ഗ്രീൻ പോലൊരു കളർ തീം, അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള പാഡിംഗ് ഒന്നുമില്ല, എല്ലാം ഹാർഡ് ടച്ച് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 10.5 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം നമുക്കവിടെ ലഭിക്കും. അതിൻ്റെ ടച്ച് റെസ്പോൺസ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല, പക്കയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അതുമൊക്കെ കൊള്ളാം. പിന്നെ നമ്മൾ തൊട്ട് താഴത്തോട്ട് വരുമ്പോൾ ഓട്ടോ ക്ലൈമറ്റ് AC ആണ്. പക്ഷേ ഇത് ഒരു ഫിസിക്കൽ ബട്ടൺ കൊടുക്കുന്നതായിരുന്നു നല്ലത്. ടച്ചാണ്, നമ്മൾ ഡ്രൈവിൻ്റെ സമയത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പാടുപെടും. എങ്കിലും നല്ല ക്ലീൻ ആയിട്ട് തന്നെ, നല്ല നീറ്റായിട്ട് തന്നെ അതൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്റർ സീറ്റാണ് വരുന്നത്, ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്. അതും ഒക്കെ കൊള്ളാം. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതാണ് സ്കോഡയുടെ കീ വരുന്നത്. ഒരു ഓൾഡ് സ്കൂളിൻ്റെ കീ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്, ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസും കാണാം, ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റൊക്കെ നമുക്ക് ഈ ഒരു ഫുൾ ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന വേരിയൻറ്റിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതും എടുത്തു പറയേണ്ട ഫീച്ചറാണ്. പിന്നെ പവർ വിൻഡോസൊക്കെ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത് ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ വിൻഡോയ്ക്കൊന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഓട്ടോ വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ് ഒന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ധാരാളം ഫീച്ചേഴ്സാണ് സ്കോഡ കൈലാക്കിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ വരുന്നത്. നമ്മൾ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞാണ് ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ തൊട്ട് കാണിക്കുന്ന 3ാമത്തെ വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിൽ തന്നെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് റിയർ സീറ്റിൽ പോയിരുന്നിട്ട് അവിടുത്തെ സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ റിയർ സീറ്റിലിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് കോമ്പാക്ട് SUV-യുടെ ഉണ്ടികളിലോട്ട് കയറുമ്പോൾ എപ്പോഴും നമുക്ക് പുറമേ കാണുന്ന ഒരു വലിപ്പം അകത്ത് കയറുമ്പോൾ പലപ്പോഴും ഫീൽ ചെയ്യാറില്ല. കാരണം വിത്തിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. 3 പേർക്ക് നെഞ്ചും വിരിച്ചിരിക്കണമെന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല റിയറിൽ. അതുകൊണ്ട് തന്നെ 5 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റിയൊരു കോമ്പാക്ട് SUV ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൈലാക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം തീർച്ചയായിട്ടും മറ്റുള്ള കോമ്പാക്ട്സ് ഇപ്പോൾ വെന്യൂ, സോണറ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്ത് കുറച്ചുകൂടെ എനിക്ക് ഒരു വിഡ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെഗ് റൂം, ഹെഡ് റൂം ഒക്കെ ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തൈ സപ്പോർട്ടൊക്കെ ചാടി ചേർത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഫുള്ളൊരു ലെതർ അപ്പോൾസറിയാണ് വരുന്നത്. അതുമൊക്കെ കൊള്ളാം. വെന്റിലേറ്റർ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്ത് അതുമൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഫുള്ളൊരു ബ്ലാക്ക് തീമാണ് സീറ്റിൻ്റെ കാര്യത്തിൽ വരുന്നത്. കൊള്ളാം. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ വിട്ടുപോയാണ് ഒരു സിംഗിൾ പ്ലെയിൻ ആണെങ്കിൽ ഒരു സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്, കൂൾഡ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിട്ടുപോയ കുറച്ച് അല്ലറ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയലിലോട്ട് AC വെൻറ്റ്, 2 ടൈപ്പ് G ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീറ്റിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം സാധനങ്ങൾ, പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കാമെന്നുള്ള പോക്കറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റിയറിൽ എനിക്ക് പറയാനുള്ളത്. ആംറസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യമില്ല, അവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം മൊത്തത്തിൽ. ഇനി നമുക്ക് ഇവൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ഡ്രൈവിലോട്ടുള്ള. അപ്പം ഞങ്ങൾ സ്കോഡ കൈലാക്കിൻ്റെ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. ഇത് കുഷാക്കിലും വെർട്ടിസിലും സ്ലാവിയയിലൊക്കെ ഉണ്ടാ ഒരു 1 ലിറ്റർ TSI എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്നത്. പക്ഷേ അതിനേലൊക്കെ സൈസ് കുറവായതുകൊണ്ടും കുറച്ചുകൂടെ വെയിറ്റ് കുറവായതുകൊണ്ടും നല്ല റോഡ് ഗ്രിപ്പും കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യും. പഴയ ആ പോളോ GT ഒക്കെ മിസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയൊരു മോഡൽ ഈ ഒരു കൈലാക്കായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവർ കോമ്പാക്ട്നെസ് തന്നെയാണെന്ന് തോന്നുന്നു അതിന് കാരണം. ചവിട്ടുമ്പോൾ വണ്ടി പറന്നാണ് കയറുന്നത്. സ്പോർട്സ് മോഡും ഉണ്ട്. സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് പാഡിൽ ഷിഫ്റ്റും ഉണ്ട്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും. ഈ ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കൈലാക്കിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. ഉണ്ടാകും. അതും സ്റ്റെബിലിറ്റിയിലൊന്നും ഒരു കുറവുമില്ല. അതിങ്ങനെയുള്ള ബ്രാൻഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കാസ് ആയിരിക്കും മിക്കപ്പോഴും ബിൽഡ് ചെയ്യുന്നത്. എഞ്ചിൻ പവറിലോട്ട് കിടക്കുകയാണെങ്കിൽ ഏകദേശം 113 അല്ല 115 PS പവറും 175 എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 1 ലിറ്റർ ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് കമ്പനി ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് റിയൽ ലൈഫിൽ ഒരു മൈലേജ് ഒക്കെ ഒരു 14 കിലോമീറ്റർ വരെയൊക്കെ പ്രതീക്ഷിക്കാം. കണ്ട ഈസി ആയിട്ട് ടേൺ ചെയ്തെടുക്കാം. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഹൈ സ്പീഡിൽ പോകുമ്പോൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലായിട്ട് മാറുകയും ചെയ്യും. പാഡിൽ ഷിഫ്റ്റേഴ്സിനൊക്കെ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള പാഡിൽ ഷിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും സ്കോഡ കൈലാക്ക് വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എഞ്ചിൻ ഓപ്ഷൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു 1 ലിറ്റർ മാനുവൽ വേർഷൻ കൂടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചത് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് സെക്കൻഡ് വേരിയൻറ്റ് മുതലാണ്. ബേസ് മോഡിൽ നമുക്ക് മാനുവലായിട്ട് മാത്രമേ ലഭിക്കത്തുള്ളൂ. ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഇതേ ഞാൻ പറഞ്ഞ പോലെ 115 PS 175 എണ്ണം ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 1 ലിറ്റർ മാനുവൽ വെർഷനാണ്. കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അത് തന്നെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ എടുക്കുന്നത് കൂടുതലും ഓട്ടോമാറ്റിക് തന്നെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്നതും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. 13.4 ലക്ഷം രൂപയ്ക്ക് സ്കോഡയുടെ ഒരു ഓട്ടോമാറ്റിക് കാർ, അതൊരു സബ് 4 മീറ്റർ പ്രീമിയം SUV നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ഉഗ്രൻ ഓപ്ഷൻ സ്കോഡ കൈലാക്ക് തന്നെയാണെന്ന് പറയേണ്ടത്. ഒരു കുറ്റമോ കുറവോ പറയാനില്ലാത്ത ഒരു നല്ലൊരു സബ് കോമ്പാക്ട് SUV നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു മോഡലാണ് സ്കോഡ കൈലാക്ക്. എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു നെഗറ്റീവും തോന്നിയില്ല. നല്ലൊരു എഞ്ചിൻ, ഓടി തെളിഞ്ഞൊരു 1 ലിറ്റർ TSI ടെർബോ ചാർജ് എഞ്ചിൻ വിത്ത് ഒരു 5 സ്പീഡ് മാനുവൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അത് കൂടാതെ തന്നെ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സും വരുന്ന ഒരു ഉഗ്രൻ എഞ്ചിൻ ട്രാൻസ്മിഷൻ കോമ്പിനേഷൻ. അതുപോലെ തന്നെ നല്ല ഡ്രൈവബിലിറ്റി, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും, കാണാനുള്ള ലുക്ക്, ഒരു ടൈംലെസ് ഡിസൈൻ ഉള്ള ഒരു മോഡൽ, അതും സ്കോഡ ലൈനപ്പിൽ ആ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണ് സ്കോഡ കുഷാക്ക്, അല്ല സ്കോഡ കൈലാക്ക്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.